ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് 1980 1981 UPSCയുടെ പ്രിലിംസിന് ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യയിൽ മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവർ എന്തിനോട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരോട് റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ എ ആണ്, പാർലമെന്റിനോട്. അല്ലെ, പാർലമെന്റിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പാർലമെന്റ്. അപ്പൊ പാർലമെന്റ് എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ഇസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. പ്രത്യേകിച്ചും ഏതാണ്, ലോക്സഭയാണ്. കാരണം എന്താണ്, ഓൾസോ നോൺ ആസ് ദ ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതലും അതിലേക്കാണ് വരുന്നത്. ഇത് നമ്മുടെ ആർട്ടിക്കിൾ 75(3) പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആർട്ടിക്കിൾസ് നമ്മൾ ഷുവർ ആയിട്ടും നോട്ട് ചെയ്യുക. ഓക്കെ. The Council of Ministers is a group of ministers who advise the president and help him carry out his duties. നമുക്കറിയാം, നമ്മുടെ എക്സിക്യൂട്ടീവില് ഭരിക്കുന്ന പാർട്ടി, ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി, അവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ അവരാണ് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യുന്നത്. The Prime Minister leads the Council of Ministers. ആ ലോക്സഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ തലവൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. The Council of Ministers is collectively responsible for its actions, meaning all members are jointly responsible for the group's actions. എല്ലാവരും എന്താണ്, jointly ഇതാണ്. If the Lok Sabha passes a motion of non-confidence against the Council of Ministers, all members must resign. അതായത് ലോകസഭ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ ഇവർക്കെതിരെ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവേണ്ടതാണ്. അപ്പൊ ഇവർ ആരോട് റെസ്പോൺസിബിൾ ആണ്? പാർലമെന്റ്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ ലോക്സഭ, ഓൾസോ നോൺ ആസ് ദ പീപ്പിൾ ഓഫ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഇത് ആർട്ടിക്കിൾ 75(3) പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ഇങ്ങനത്തെ ഒരു സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോട്ട് ചെയ്യണം. A candidate to become a member of Lok Sabha should not be less than, ഇന്നലെ നമ്മൾ കണ്ടതാണ് അല്ലേ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 25 വയസ്സ്. 25. പ്രസിഡന്റ് ആവണമെങ്കിൽ എത്ര വയസ്സാണ്? 35. വൈസ് പ്രസിഡന്റ് ആവണമെങ്കിൽ 35. ഗവർണർ ആവണമെങ്കിൽ 35. ലോക്സഭയാണെങ്കിൽ 25. നമ്മൾ കണ്ടതാണ്. നമ്മുടെ മറ്റേ പഞ്ചായത്ത് അങ്ങനെയുള്ള ഇലക്ഷൻസ് ആണെങ്കിൽ 21. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ 30. അത് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ 30. അപ്പൊ അത് ഷുവർ ആയിട്ടും ഓർത്തിരിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദ മാക്സിമം പീരീഡ് ഡ്യൂറിംഗ് വിച്ച് പാർലമെന്റ് മേ നോട്ട് ബി മീറ്റ്? നമുക്കറിയാം, അവരിടയ്ക്ക് വെച്ച് ഇന്റർവൽ എടുക്കും, പക്ഷെ അതിന്റെ ഒരു മാക്സിമം പീരീഡ് ഉണ്ട്. അതായത് ഇത്ര മാസത്തിലുള്ള അവർ എന്തായാലും മീറ്റ് ചെയ്തിരിക്കണം. അതേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 6 months ആണ്. മാക്സിമം അവർക്ക് 6 months വരെ പോകാം, അതിൽ കൂടുതൽ ആവാൻ പറ്റത്തില്ല. പിന്നെ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രസിഡന്റ് വരും, രാജ്യസഭ വരും, ലോകസഭ വരും. ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രസിഡന്റ്, രാജ്യസഭ ആൻഡ് ലോകസഭ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? രാജ്യസഭ ക്യാൻ ഡിലേ ദ മണി ബിൽ പാസ്ഡ് ബൈ ദ ലോക്സഭ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ്. നമ്മൾ ഇന്നലെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. രാജ്യസഭയ്ക്ക് മാക്സിമം ലോകസഭയിൽ നിന്ന് വന്നൊരു മണി ബില്ല് എത്ര ദിവസമാണ് മണി ബില്ല്? മാക്സിമം 14 ദിവസമാണ് അവർക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വിത്ത് ഹോൾഡ് 14 days. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ആക്ച്വലി റെഡി ഇൻ, അതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് അംഗീകരിച്ചത് 1949 നവംബർ 26 അഡോപ്റ്റ് ചെയ്തത്, അംഗീകരിച്ചത്, നിലവിൽ വന്നത്, കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ കെയിം ഇൻ ടു എഫക്ട്, അത് 1950 ജനുവരി 26 നമ്മൾ കൺഫ്യൂഷനായി പോവരുത്. പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ, നമുക്ക് അറിയാവുന്നതാണ്, 1959 ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ഇസ് ഗീവൻ ടു ദ സ്റ്റേറ്റ്സ് ഫോർ, നമ്മുടെ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ്. അതെന്തിനാണ് നമ്മുടെ സ്റ്റേറ്റ്സിന് കൊടുക്കുന്നത്? നമ്മൾ ഇന്നലെ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. അരവിന്ദ് പനഗരിയാണ് 16ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 5 വർഷമാണ് കാലാവധി. ഒരു ചെയർമാനും 4 മെമ്പേഴ്സും ഉൾപ്പെടെ 5 പേരാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ്. ഇതെന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്?
ഇംപ്രൂവിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്. സ്റ്റേറ്റ്സിന് ഇവർ ഗ്രാൻസ് ആൻഡ് എയ്ഡ് ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ബാക്ക്വേർഡ് ഏരിയാസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത് ചോദിച്ചെടുത്ത് PSCയിൽ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നതാണ്. ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാൻസ് ആൻഡ് എയ്ഡ് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ ഷുവറായിട്ട് അത് നമ്മൾ പഠിക്കണം. The dispute regarding the election of Prime Minister and President of India can be decided by. ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ കണ്ടതല്ലേ, അതായത് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട്, തർക്കം, ആരാണ് അവിടെ അതിന്റെ ആൻസർ പറയാ, ആരാണ് അവിടെ പരിഹരിക്കേണ്ടത്? ഇതിനകത്ത് ആരെങ്കിലും ആണോ? അല്ല, നമുക്കറിയാം, ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ആരാണ്? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടാണ്. ഓപ്ഷൻ അതിനകത്തില്ല. അപ്പൊ ഓപ്ഷൻ ഏതാണ്? നൺ ഓഫ് ദി എബവ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. പ്രസിഡന്റിന്റെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ വരുമ്പോൾ അത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവിടെ സുപ്രീം കോർട്ടാണ്. Which famous judgment restricted the authority of the parliament to amend the constitution so as to damage or destroy its basic or essential features or its basic structure? നമ്മുടെ PSCയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ പൊതുവായിട്ടുള്ള ഒരു ഘടനയുണ്ട്, ഒരു അടിസ്ഥാന ഘടനയുണ്ട്. അതിനെ ഒന്നും കോട്ടം തട്ടരുത്. അതായത് നമ്മൾ അമെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പാർലമെന്റിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരം, അതോറിറ്റി ഉള്ളത്. പക്ഷെ അമെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡാമേജ് ചെയ്യുകയോ അത് നശിപ്പിക്കുകയോ എന്തെങ്കിലും കോട്ടം വരുത്തുകയോ ഒന്നും ചെയ്യരുത്. ഇറ്റ്സ് ബേസിക് ഓർ എസെൻഷ്യൽ ഫീച്ചേഴ്സ്, അതിനൊരു ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനെ ഒന്ന് അമെൻഡ് ചെയ്യാൻ, അതിനൊരു ഡാമേജ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ഏത് ജഡ്ജ്മെന്റിലാണ് റെസ്ട്രിക്ട് ചെയ്തത്? പാർലമെന്റിന്. PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗോലഖ്നാഥ് കേസ് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഗോലഖ്നാഥ് കേസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭ ഇസ് ഡിസോൾവ്ഡ് വൺസ് ഇൻ. നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രാജ്യസഭ ഡിസോൾവ് ചെയ്യോ? ഇല്ല, പെർമനന്റ് സഭയാണ്. ലോക്സഭയാണെങ്കിൽ 5 വർഷം, ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ആണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലും 5 വർഷം. പക്ഷെ രാജ്യസഭ പെർമനന്റ് ഹൗസ് ആണ്, ഡിസോൾവ് ചെയ്യത്തില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ കണ്ടെയ്ൻഡ് ഇൻ. നമുക്കറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നത്. പാർട്ട് 3ലാണെങ്കിൽ ആരാ? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Which amendment of the constitution gave priority to directive principles over fundamental rights? അത് നമ്മൾ ഇന്നലെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. 42nd amendment ആണ്. അതായത് പ്രയോറിറ്റി എന്തിനു കൊടുത്തു? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് കൊടുത്തു, ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് എന്ത് കൊടുത്തു? നിർദ്ദേശക തത്വങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്തു. നമ്മൾ കണ്ടത് അതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പാർട്ട് ഏതായിരുന്നു എന്നായിരുന്നു അവർ ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യുക. 42nd അമെൻഡ്മെന്റ് ആക്ട് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. By which amendment to the constitution the fundamental duties of the citizens were specified? Fundamental duties ഏതായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 42nd അമെൻഡ്മെന്റ് ആക്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഒറിജിനലി നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഇതിലൂടെയാണ് നമ്മൾ കൂട്ടിച്ചേർത്തത്. ഒക്കെ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Acts and regulations validated by the Article 31B are specified in the Constitution. അതായത് ആർട്ടിക്കിൾ 31ൽ പറയുന്ന ആക്ട്സും റെഗുലേഷൻസും ഇതിനകത്ത് ഏതിനകത്താണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9th ഷെഡ്യൂൾ ആണ്. നമ്മൾ അധികം കാണാത്ത ഒരു ഇതാണ്, ക്വസ്റ്റ്യൻ ആണത്. On which date Constitution of India was adopted and enacted by the Constituent Assembly? ഇപ്പൊ നമ്മൾ കണ്ടതാണ് അല്ലെ. 26th November 1914. മാറിപ്പോവരുത്. അഡോപ്റ്റ് ചെയ്തത്, അംഗീകരിച്ചത് 26th November 1949. നിലവിൽ വന്നത്, came into force, came into existence, നിലവിൽ വന്നത് 26 ജനുവരി 1950. അത് രണ്ടും മാറിപ്പോയത്. അഡോപ്റ്റ് ചെയ്തത്, അംഗീകരിച്ചത് ചോദിക്കുവാണെങ്കിൽ 26 November 1949 ആണ്. കൺഫ്യൂഷൻ ആയി പോയത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കണ്ടത് 1980, 1981 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. ഈ ഗ്രാൻസ് ഇൻ എയ്ഡ് ഒക്കെ ചോദിച്ചതാട്ടോ, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. അപ്പൊ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.